അങ്ങനെ കുറച്ച് അടിയിൽ വെച്ചാൽ വൃത്തിയെ നമുക്കെടുത്ത് അപ്പത്തേക്ക് കളയാമല്ലോ. ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പിടിച്ച മീനാണ്. നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പിടിച്ച് എന്തെങ്കിലും ഡിഷ് ചെയ്യാൻ വേണ്ട. അതുപോലെ തന്നെ നമ്മളൊന്നൊരു ഡിഷ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇനി ചെയ്യാൻ പോണത് ചുമ്മാ ഒരു പുതിയ മസാല ട്രൈ ചെയ്തിട്ട് വറുത്തെടുക്കാനുള്ള പരിപാടിയാണ് നമ്മളൊന്ന് ചെയ്യാൻ പോണത് കേട്ടോ. നമ്മളൊന്ന് കുറച്ച് സ്പൈസി ആയിട്ടാണ് കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടി പോണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എല്ലാ തരം, അതായത് കുട്ടികൾക്കും വലിയവർക്കും ഒരേ തരം പോലെ ഇഷ്ടപ്പെടുന്ന പോലെയാണ് നമ്മൾ ഇന്ന് വറുക്കാനുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ഗസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ബാക്കിൽ. ഓ, മീനിന്റെ മണം കേട്ടില്ലേ? അതെ, വിളിക്കാതെ വന്നൊരു അതിഥി അല്ലേ? അതെ, അറിഞ്ഞു വന്നൊരു അതിഥിയാണ്. അപ്പം നമ്മൾ എല്ലാം വറുക്കാൻ വേണ്ടി എടുത്തതെല്ലാം തിലോപ്പിയ തന്നെ കേട്ടോ. പോട്ട, നമ്മുടെ പാലക്കാടൻ ഭാഷ പറയുന്നത് പോട്ടയാണ് എല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ ഏത് മീനും നമ്മൾ എടുത്തിട്ടില്ല, വരാലോ ഒന്നും എടുത്തിട്ടില്ല, എല്ലാം പോട്ട മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഏകദേശം 2-3 പ്രാവശ്യം കഴുകണം കേട്ടോ. നല്ല അഴുക്കുകളൊക്കെ ഉള്ളിലുള്ളത് പോകുള്ളൂ. ഒന്ന് ഉപ്പിട്ട് കഴുകുകയാണെങ്കിൽ അത്രയും നല്ലത്. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല 2-3 പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരയ്ക്കാൻ വേണ്ടി സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കുത്തിച്ചരച്ച് നന്നായി എടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് വെളുത്തുള്ളി കേട്ടോ നമ്മൾ ചതയ്ക്കാൻ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിന് കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും ചേർത്ത് കുത്താതെ ചതയ്ക്കട്ടോ. അടുത്തതായി കുറച്ച് അല്പം ഉണ്ടാകും, ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ നമുക്കതിന്. അടുത്തതായി പച്ചമുളക് എടുക്കാം കേട്ടോ. നമ്മൾ അത്യാവശ്യം നമ്മൾ നല്ല കാരത്തിലാണ് നമ്മൾ മസാല തരുമ്പം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴുത്തുമുളക് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കാരം പേര് കേട്ടോ. എന്താ കാരം? അത്യാവശ്യം നല്ല കാരം ഉണ്ട് കേട്ടോ. അത് കഴിക്കുമ്പോൾ അറിയാലേ, അറിയാം, നല്ല കാരം വരും. നമ്മൾ അതന്നെ ഉദ്ദേശിക്കുന്നതും കാരത്തോടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്നെ പറഞ്ഞ പോലെ തന്നെ നല്ല കാരമാക്കിയിരുന്നു നമ്മൾ. അടുത്തതായി നമുക്ക് മസാലയ്ക്കുള്ള കൂട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് മറ്റേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ച എടുത്തിട്ടാ കേട്ടോ. അടുത്തതായി ചെറിയ ഉള്ളി കേട്ടോ, പച്ചമുളക് കേട്ടോ, പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മൾ മറ്റേ മല്ലിപ്പൊടി എടുക്കാം കേട്ടോ. ആവശ്യത്തിന് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി കൊടുക്കണം. അപ്പോൾ അടുത്തതായി നമ്മൾ കുറച്ച് കാശ്മീർ ചില്ലിയാണ് ചേർക്കാൻ പോണത്. അതായത് കാശ്മീർ ചില്ലി ചേർക്കുന്നത് പറഞ്ഞാൽ കാരവും കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് നല്ല മുളക് പൊടി, സാധാരണ മുളക് പൊടി വെച്ചാൽ ഇത്തിരി കാരം ഒരുപാട് കൂടുതലാവും. അപ്പോൾ നമ്മൾ കാശ്മീർ ചില്ലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടാ ഒരു ചെറുനാരങ്ങ പൊഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അടുത്ത് അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് സ്പെഷ്യലാണ് കേട്ടോ. സ്പെഷ്യൽ പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ചേർക്കാറില്ല, മീൻ വറുക്കുമ്പോൾ നമ്മളൊന്നും ചേർക്കാറില്ല. നമ്മളത് വെറൈറ്റി ആയിട്ട് പിടിക്കണം. എന്താണ് കാരണം പറഞ്ഞാൽ മുട്ട എടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മുട്ട നമ്മൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്യാറുണ്ട്, നന്നായിട്ടുണ്ടാവും. പക്ഷേ ആരും പ്രത്യേകിച്ച് ട്രൈ ചെയ്യില്ല. പക്ഷെ നമ്മളത് എപ്പോഴും വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ ട്രൈ ചെയ്യുന്നതാണ്. നന്നായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം കുഴമ്പ് പരുവത്തിൽ മിക്സ്ഡാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മസാല റെഡി ആയിട്ട് നമ്മൾ മീനിലൊന്ന് പൊറ്റി കൊടുക്കാം കേട്ടോ.
നന്നായി ഒന്ന് പറ്റി കൊടുക്കട്ടെ. പറ്റുമ്പോഴേ നല്ല മണം കേട്ടോ. എല്ലാവരും ഉള്ളിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് പിടിക്കണം കേട്ടോ. എല്ലാവരും പിടിക്കണം, എന്നാലേ ഇതിന് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് വെക്കണം, എന്നാലേ മീനിന് ടേസ്റ്റ് കൂടുതലാണ്. നമ്മൾ മസാല ഒന്ന് പിടിച്ച് വരെ അരമണിക്കൂർ കൂടുതൽ വെച്ചാലും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പൊരിക്കാൻ തുടങ്ങാം കേട്ടോ. ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില എന്തിനാ ഇടുന്നു പറഞ്ഞാൽ മീൻ അടി പിടിക്കാണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ മീനിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അസല മണം വരുന്നുണ്ട് കേട്ടോ മോട്ട്. മൂക്കിലേ എന്താ ഒരു മണം അടിച്ച് കയറണം മതി. ഇപ്പം തന്നെ വിശപ്പ് കഴിക്കാനുള്ള വിശപ്പായി. മറിച്ചിട്ട് കൊടുക്കട്ടെ. അതൊരു മണമെന്നറിയോ, ഒന്നും പറയാനില്ലാത്ത മണം കേൾക്കുമ്പോഴേ മുരിഞ്ഞതൊക്കെ നോക്കാം. മണം മൂക്കിനുള്ളിൽ കയറും. വന്നിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിനിഷായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവസാനത്തെ മീനാണ് കേട്ടോ. ഇതൊരു രക്ഷയില്ലാത്ത ഇതാണ് കേട്ടോ. ഇതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. മണം ഒരു രക്ഷയില്ല. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, വിശന്നിട്ട് കാരണം മണം കേൾക്കുമ്പോഴേ എല്ലാം കൂടി എടുത്ത് വെച്ച് തിന്നണമെന്നുണ്ട്. പക്ഷെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാട്ടോ, നമുക്ക് എങ്ങനെയുണ്ട് നോക്കാട്ടോ. നല്ല മണമുണ്ട് അല്ലേ? മണം ഒന്നും പറയാനില്ല, സഹിക്കാൻ പറ്റണല്ലേ അല്ലേ? വായിക്ക് വെള്ളം വന്നോണ്ടിരിക്കണം. അപ്പം നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കട്ടോ. ടൂ മച്ച്. ഒന്നും പറയാനില്ല, അപാരം. ഒരു രക്ഷയില്ല ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ഞാൻ തന്നെ വെച്ചതൊന്നും എനിക്ക് സംശയമായി തുടങ്ങിയിട്ടാണ്. ഞാൻ അത്ര വലിയ കുക്കിയാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായത്. ഓരോ ഡിഷ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. രക്ഷയില്ല. ഞാൻ എന്നെ തന്നെ പുകഴ്ത്താൻ പറ്റില്ല, എന്നാലും പറയാതാ. പക്ഷെ അടുത്ത് പറയും എങ്ങനെയുണ്ടെന്ന്. ഒരു രക്ഷയില്ല, അപാരം. ആ മുട്ടൻ്റെ ഇത് കാരണം ക്രിസ്പിയൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. കോവിഡിൻ്റെ ഐഡിയ തന്നെ വേറെ ലെവലാണ്. ഒരു സവാള എടുക്കട്ടോ.
കുറച്ച് തക്കാളി ഒന്നും കൂടി എടുക്കുക. ഒന്നും പറയാനില്ല. ഓവിടൻ ഇതൊരു രക്ഷയില്ല. ഓവിട്ടിന് എത്ര കഴിവുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷെ ഈ മൂന്നും കൂടി കയറുന്നില്ലേ, സവാള, മീൻ, പിന്നെ തക്കാളി, ഇതൊക്കെ ചേർന്ന് കഴിക്കുമ്പോൾ വേറെ കോമ്പിനേഷൻ വേറെ ലെവലാണ്. എല്ലാം കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതാണ് മൂന്നും കൂടി നമ്മൾ എടുത്തത്. ചെറുനരിയും കൂടി നീരും കൂടി ട്രൈ ചെയ്ത് നോക്കണം. അത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഒരു രക്ഷയില്ല കേട്ടോ. മുട്ടയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. മസാല എല്ലാ തരത്തിലും മസാല ഉപയോഗിക്കും, പക്ഷെ മുട്ട ചേർത്ത് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ക്രിസ്പി ആയിട്ട് നേരത്തെ ക്രിസ്പി ആണതാ. ഈ ക്രിസ്പി ഒരു രക്ഷയില്ലതാ. ക്രിസ്പി ഒരു രക്ഷയില്ലാതെ. അവിടെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ചോറൊന്നും വേണ്ട, ഇത് മാത്രം മതി. മീൻ കഴിച്ചാൽ വേണ്ട, ചോറ് ഒരു നേരത്തെ ഭക്ഷണമായി നമ്മൾ കഴിക്കുന്നത്. മുട്ടൻ്റെ ക്രിസ്പി ഇല്ല, ഒരു രക്ഷയില്ല കേട്ടോ. ഈ മസാലയും മുട്ടയും ചേർത്തില്ല, അതിലിതാ അതിന് മേലത്തെ വന്ന് ക്രിസ്പി വന്ന് നിൽക്കുന്നില്ലേ, ഒരു രക്ഷയില്ല. പറയില്ല, കാരവും കുഴപ്പമില്ല, നല്ല കാരമുണ്ട്. മുഖത്തറിയുണ്ട് നല്ല കാരം. പക്ഷെ നമുക്ക് ഒരു കാരം വലിയ പ്രശ്നവും ഇല്ല. പാലക്കാട്ടുകാർക്ക് കാരം ഒരു പ്രശ്നവുമില്ല. നമ്മൾ എത്ര കാര്യമാണെങ്കിൽ സിമ്പിളായിട്ട് അടിക്കുന്ന ചൂടിന് നമ്മൾ അസലെ ചിക്കൻ കറി കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ചൂടത്ത് ചായ എടുത്ത് വയ്ക്കുന്ന പോലെ ചിക്കൻ കറി എടുത്ത് കഴിക്കുന്നവരാണ് നമ്മൾ. അത് ചൂടത്താണെങ്കിൽ ശരി, എന്തിനാണെങ്കിൽ ശരി, ഇതാ കാരം നമുക്ക് പ്രശ്നമില്ല. അറിയുന്നുണ്ട്, ഫേസിലെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ ടേസ്റ്റ് ആണല്ലേ, എത്ര കാര്യം നമ്മൾ കഴിക്കും. ടേസ്റ്റിന് ഒരു രക്ഷയില്ല. ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ വൈൻഡ് ചെയ്യാൻ ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ഡിഷോടെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികളൊക്കെ ആകുമ്പോൾ ഇത്തിരി കാരം കമ്മിയാക്കി കൊടുത്താൽ മതി, ബാക്കി ഒറ്റത്തില്ല. വലിയവരാകുമ്പോൾ അടുത്ത കാലത്ത് കഴിക്കും. കുട്ടികളാകുമ്പോൾ ഇത്തിരി കാരം കമ്മിയാക്കി കൊടുക്കുക. എല്ലാം ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത ഡിഷുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതെ, പെട്ടെന്ന് തന്നെ. പെട്ടെന്ന് തന്നെ. ശരി, മതി, നമുക്ക് മതി. നീ വീട് വേഗം വന്നില്ലെങ്കിൽ ഞങ്ങൾ കഴിച്ചു തീർക്കും. ഞങ്ങൾക്ക് നല്ല വിശപ്പുകൊണ്ടൊന്നുകൊണ്ട് വേഗം വന്നാൽ കിട്ടും.